Good morning, dear students. Today we are going to start our second module. And second module, all the topic is buoyant force and flotation. Buoyancy and flotation. നമ്മൾ പണ്ട് പ്ലസ് ടുവിലൊക്കെ പഠിച്ചതാണ്. ബോയൻസി എന്താ, മെറ്റാസെൻറ്റർ എന്താ, ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ എന്താണെന്നൊക്കെയുള്ളത് നമ്മൾ പ്ലസ് ടുവിൽ പഠിച്ചതാണ്. അതിൻ്റെ ഒക്കെ ഒരു ഹയർ ലെവലാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. സോ ഈ ഒരു വീഡിയോയിൽ നമുക്കതിൻ്റെ ബേസിക് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ബോയിൻ ഫോഴ്സ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഈ ബോയൻസി എന്ന് പറയുന്ന ചാപ്റ്റർ പറയുമ്പോൾ നമ്മളെ മനസ്സിലേക്ക് ആദ്യം എത്തേണ്ട ഒരു എക്സാമ്പിൾ ഉണ്ട്. നമ്മളൊരു ബക്കറ്റ് ഓഫ് വാട്ടർ എടുക്കുകയാണ്. ആ ബക്കറ്റിലേക്ക് നമുക്കൊരു മഗ് താഴ്ത്തി വെക്കണം. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യും, ബക്കറ്റ് എടുത്തു, മഗ് താഴ്ത്താൻ ശ്രമിച്ചു. നമുക്കത് എളുപ്പത്തിൽ അതിലേക്ക് താഴ്ത്തി വെക്കാൻ പറ്റില്ല. നമ്മൾ കുറച്ച് ഫോഴ്സ് അപ്ലൈ ചെയ്യണം, അല്ലേ? കുറച്ചൊരു റെസിസ്റ്റൻസ് ഫീൽ ചെയ്യില്ലേ നമുക്ക് മഗ് ഈ ബക്കറ്റിലേക്ക് ഇമേഴ്സ് ചെയ്ത് വെക്കുമ്പോൾ? ആ റെസിസ്റ്റൻസിനെയാണ് നമ്മൾ ബോയിൻ ഫോഴ്സ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ആ വാട്ടറിലേക്ക് ആ മഗ് ഇറക്കി വെക്കാൻ നോക്കുമ്പോൾ വാട്ടർ അപ്പോ ഡയറക്ഷനിൽ ഒരു ഫോഴ്സ് ഈ മഗ്ഗിൻ്റെ മേലേക്ക് അപ്ലൈ ചെയ്യും. അതുകൊണ്ടാണ് നമുക്ക് ഈ മഗ് ഈസിലി ഇതിലേക്ക് ഇമേഴ്സ് ചെയ്ത് വെക്കാൻ കഴിയാത്തത്. നമ്മൾ എന്ത് ചെയ്യും, ഈ വാട്ടർ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിനേക്കാളും അധികം ഫോഴ്സ് നമ്മൾ ആ മഗ്ഗിൻ്റെ മേലേക്ക് കൊടുക്കും. അപ്പം മഗ് എന്ത് ചെയ്യും, വാട്ടറിലേക്ക് സിങ്ക് ചെയ്യും, അല്ലേ? വാട്ടറിൽ സിങ്ക് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഒരു ഫ്ലൂയിഡിലേക്ക് നമ്മളൊരു ബോഡി ഇമേഴ്സ് ചെയ്ത് വെക്കുമ്പോൾ അതിൻ്റെ മേലെ വാട്ടർ അപ്ലൈ ചെയ്യുന്ന അപ്വേർഡ് ഫോഴ്സിനാണ് നമ്മൾ ബോയൻറ്റ് ഫോഴ്സ് ഓർ സിംപ്ലി ബോയൻസി എന്ന് പറയുന്നത്. ഓക്കെ, ബോയൻറ്റ് ഫോഴ്സ് ഓർ ഫോഴ്സ് ഓഫ് ബോയൻസി ഓർ സിംപ്ലി ബോയൻസി. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ഫിഗർ ഉണ്ട്. നമുക്ക് ഒരു ബീക്കറാണ്. ആ ബീക്കറിൽ ഫ്ലൂയിഡ് ഉണ്ട്, വാട്ടറോ ഓയിലോ അങ്ങനെ എന്തെങ്കിലും ഒരു ഫ്ലൂയിഡ് ഉണ്ട്. ആ ഫ്ലൂയിഡിലേക്ക് നമ്മൾ ഈ യെല്ലോ കളറുള്ള ഈ ബോഡി ഇറക്കി വെക്കുകയാണ്. അപ്പോൾ ഇറക്കി വെക്കുമ്പോൾ ആ ബോഡീൻ്റെ മേലെ അതിൻ്റെ വെയിറ്റ് ഡൗൺവേർഡ് ഡയറക്ഷനിലേക്ക് ആക്റ്റഡ് ആവുന്നുണ്ടാവും. അതേസമയം ഈ ഇറക്കി വെക്കുന്ന ഫ്ലൂയിഡ് ഇതിൻ്റെ മേലേക്ക് അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യും. ആ ഫോഴ്സിനാണ് നമ്മൾ ബോയിൻറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ബോയിൻറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഇമ്പോർട്ടൻറ്റ് ഫിനോമിനൻ ആണ്, അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് ഫോഴ്സ് ആണ് ഇൻ അവർ യൂണിവേഴ്സ്. ഇവിടെ നമ്മൾ ജസ്റ്റ് ഒരു അക്വാറ്റിക് ലൈഫ്, ഒരു അക്വാറ്റിക് ബയോസിസ്റ്റം നമുക്ക് നോക്കാം. ഇവിടെ ഈ ടോട്ടോയ്സൊക്കെ ഉണ്ട്, ഇല്ലേ? ടോട്ടോയ്സൊക്കെ വെള്ളത്തിലേക്ക് ഇറങ്ങുമ്പോൾ അതവിടെ സ്റ്റേബിളായി നിൽക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ബോയൻസി കൊണ്ടാണ്. ഈ വാട്ടർ നമ്മുടെ ടോട്ടോയിൻ്റെ മേലെ ഒട്ടും പ്രഷർ അപ്ലൈ ചെയ്യുന്നില്ല എങ്കിൽ എന്ത് ചെയ്യും, ഈ ടോട്ടോയ്സൊക്കെ താഴ്ന്ന് പോവും, അല്ലേ? നമ്മുടെ ടോട്ടോയ് വെള്ളത്തിലേക്ക് ഇറങ്ങുമ്പോൾ വെള്ളം ഈ ടോട്ടോയിൻ്റെ മേലെ അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ഒരു ഫോഴ്സ് കൊടുക്കുന്നതുകൊണ്ടാണ് അത് അവിടെ സ്റ്റേബിളായി നിൽക്കുന്നത്. ഇതുപോലെ തന്നെയാണ് പല കേസ്. നമ്മളൊരു മരക്കഷ്ണം എടുത്ത് വെള്ളത്തിലിടുകയാണ്, അത് അപ്പോഴേ സിങ്ക് ചെയ്ത് പോകുന്നുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാണ്? വെള്ളം ഈ മരത്തടീൻ്റെ മേലെ ഒരു ഫോഴ്സ് കൊടുക്കും. അപ്പോൾ ആ ഫോഴ്സ് കാരണം ആ മരത്തടി അവിടെ എങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നിൽക്കും, ഇല്ലേ? പിന്നെ എന്തൊക്കെയോ എക്സാമ്പിൾസ് ഉണ്ട്. എന്തൊക്കെയുണ്ട്? നമ്മുടെ എയ്റോപ്ലെയിൻ എന്ന് പറഞ്ഞാൽ എയർ എന്ന് പറയുന്ന ഫ്ലൂയിഡിൽ ട്രാവൽ ചെയ്യുന്നൊരു വെസലാണ്, അല്ലേ? അപ്പോൾ ഈ എയ്റോപ്ലെയിൻ മൂവ് ചെയ്യുന്നതും സ്റ്റേബിളായിട്ട് മൂവ് ചെയ്യുന്നതിനും കാരണം ബോയൻസിയാണ്. പിന്നെ ഷിപ്പ് എങ്ങനെയാണ് നമ്മൾ ഡിസൈൻ ചെയ്തേക്കുന്നത്? ഷിപ്പ് നമ്മളിപ്പോൾ വാട്ടറിന് ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി ഇല്ല എന്ന് വിചാരിക്കും. വാട്ടർ അതിലേക്ക് ഇമേഴ്സ്ഡ് ആവുന്ന ബോഡീസിൻ്റെ മേലെ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നില്ല എങ്കിൽ നമ്മൾ ഷിപ്പൊക്കെ വെള്ളത്തിൽ ഇറക്കിയ ഉടനെ അതിൻ്റെ വെയിറ്റ് കാരണം ഇത് സിങ്ക് ചെയ്ത് പോകേണ്ടതാണ്. പക്ഷെ അത് സിങ്ക് ചെയ്ത് പോകുന്നില്ല. കാരണം എന്താ? ഈ ഷിപ്പ് നമ്മൾ വെള്ളത്തിലേക്ക് ഇറക്കുമ്പോൾ ഷിപ്പിൻ്റെ മേലേക്ക് അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ഒരു ഫോഴ്സ് നമ്മുടെ വാട്ടർ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അത് സിങ്ക് ചെയ്ത് പോവാത്തത്. ഇതൊക്കെ ബോയൻസിയുടെ എക്സാമ്പിളാണ്. ഓക്കെ, അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ബോയൻസി എന്ന് പറയുന്ന പ്രോപ്പർട്ടി. അപ്പോൾ എന്താണ് നമ്മളിപ്പോൾ പറഞ്ഞത്? ബോയൻസിയുടെ ഡെഫിനിഷനാണ്: ഇറ്റ് ഈസ് ദി അപ്വേർഡ് ഫോഴ്സ് എക്സർട്ടഡ് ബൈ എ ഫ്ലൂയിഡ് ഓൺ എ ബോഡി വെൻ ദിസ് ബോഡി ഈസ് ഇമേഴ്സ്ഡ് ഇൻ ദി ഫ്ലൂയിഡ്. ഓക്കെ, ദെൻ സെൻറ്റർ ഓഫ് ബോയൻസി പറയുന്നതിൻ്റെ മുന്നേ നമുക്കൊരു പ്രിൻസിപ്പിൾ നോക്കാം. ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ. ഇത് നമ്മൾ പ്ലസ് ടുവിൽ പഠിച്ചതാണ്. ആർക്കിമിഡീസ് ഒരു ഗ്രേറ്റ് സയൻറ്റിസ്റ്റാണ്, ഒരു ഫിലോസഫറാണ്, അല്ലേ? അപ്പോൾ ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ എങ്ങനെയായിരുന്നു? നമുക്ക് പണ്ട് ഓർമ്മയുണ്ട്. ആർക്കിമിഡീസ് ഒരു ബാത്ത് ടബിൽ കുളിക്കുകയായിരുന്നു. അപ്പോൾ ബാത്ത് ടബിൽ നിറയെ വെള്ളമുണ്ട്. അപ്പോൾ ആർക്കിമിഡീസ് ഇതിലേക്ക് കയറിയപ്പോൾ ആർക്കിമിഡീസിൻ്റെ വെയിറ്റിന് ഈക്വലായിട്ടുള്ള ഒരു എമൗണ്ട് ഓഫ് വാട്ടർ അതിൽ നിന്ന് സ്പിൽഡ് ഔട്ടായി. അപ്പോഴാണ് ആർക്കിമിഡീസ് ഈ പ്രിൻസിപ്പിൾ പറയുന്നത്. അതായത് ഏതൊരു ബോഡി നമ്മൾ ഒരു ഫ്ലൂയിഡിലേക്ക് ഇമേഴ്സ് ചെയ്ത് വെക്കുമ്പോൾ അത് സം വോള്യൂം ഓഫ് ഫ്ലൂയിഡ് ഓക്യുപ്പൈ ചെയ്യും, ഇല്ലേ? അതായത് ആർക്കിമിഡീസ് ഈ ബാത്ത് ടബിലേക്ക് കയറിയപ്പോൾ ആർക്കിമിഡീസിന് ഓക്യുപ്പൈ ചെയ്യേണ്ട സ്ഥലത്തു നിന്നുള്ള വാട്ടർ ഒന്ന് ഡിസ്പ്ലേസ്ഡ് ആയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ആ ഡിസ്പ്ലേസ്ഡ് ആയിട്ടുള്ള ഫ്ലൂയിഡിൻ്റെ വെയിറ്റും നമ്മൾ ഇമേഴ്സ് ചെയ്ത് വെക്കുന്ന ബോഡിയുടെ വെയിറ്റും സെയിം ആയിരിക്കും എന്നാണ് ആർക്കിമിഡീസ് പറഞ്ഞത്. ഓക്കെ,
അതായത് ഇവിടെ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണ് ആർക്കിമിഡീസ് പ്രിൻസിപ്പിളിന്. ഇതൊരു ബ്രിട്ടീഷ് യൂണിറ്റൊക്കെ കാണിക്കുന്ന ഒരു ഫിഗറാണ്, പക്ഷേ നിങ്ങൾ കിലോഗ്രാം ആണെന്ന് വിചാരിച്ചാൽ മതി. നമുക്കിവിടെ ഒരു ബീക്കറിൽ വാട്ടർ ഉണ്ട്. ആ ബീക്കറിൽ ഇച്ചിരിയും കൂടെ വെള്ളം വന്നാൽ ഈ റൈറ്റ് സൈഡിലൊരു നോസിൽ പോലെ കാണുന്നില്ലേ, അതിലൂടെ വെള്ളം സ്പില്ല് ചെയ്യും. ഓക്കെ, അപ്പം നമുക്കിവിടെ ഒരു വെയിറ്റ് ഉണ്ട്. ആ വെയിറ്റിനെ കാണിക്കുന്ന ആ ലോഡ് ഗേജാണ് മേലെയുള്ളത്. ആ ലോഡ് ഗേജിൽ ഈ വെയിറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണെന്ന് കാണിച്ചിട്ടുണ്ട്. 7 LB എന്ന് പറഞ്ഞാൽ പൗണ്ട്സ് ആണ്, അത് ബ്രിട്ടീഷ് യൂണിറ്റാണ്. നിങ്ങൾ അങ്ങനെയൊന്നും എടുക്കേണ്ട. ഈ വെയിറ്റ് 7 കിലോഗ്രാം എന്ന് അതിൽ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ദെൻ ഈ വെയിറ്റ് ഞാൻ പതുക്കെ എന്ത് ചെയ്യാണ്, ഈ ബീക്കറിലേക്ക് ഇറക്കി വെക്കുകയാണ്. ഇറക്കി വെച്ചപ്പോൾ നമ്മുടെ ഈ ബോഡിയുടെ, ഞാൻ ഇമേഴ്സ് ചെയ്ത് വെച്ച ബോഡിയുടെ വെയിറ്റ് കുറഞ്ഞത് കണ്ടോ നിങ്ങൾ? ആദ്യം 7 കിലോഗ്രാം ഉണ്ടായിരുന്ന ബോഡി വാട്ടറിലേക്ക് ഇറക്കി വെച്ചപ്പോൾ 4 കിലോഗ്രാമേ ഉണ്ടായുള്ളൂ. 3 കിലോഗ്രാം കുറഞ്ഞു. എങ്ങനെ? നമ്മൾ വാട്ടറിലേക്ക് ഈ ബോഡി ഇറക്കി വെച്ചപ്പോൾ വാട്ടർ ഒരു അപ്വേർഡ് ത്രസ്റ്റ് അതിൻ്റെ മേലേക്ക് കൊടുത്തു. ദാറ്റ് ഈസ് ഒരു ഫോഴ്സ് ഓഫ് ബോയൻസി അതിൻ്റെ മേലേക്ക് വന്നു. ആ ഫോഴ്സ് ഓഫ് ബോയൻസിയുടെ മാഗ്നിറ്റ്യൂഡ് 3 കിലോഗ്രാം ആണ്. അപ്പോൾ വെയിറ്റ് 7 കിലോഗ്രാം താഴോട്ടേക്കും ബോയൻസി ഫോഴ്സ് 3 കിലോഗ്രാം മേലോട്ടേക്കും. അപ്പോൾ 7 മൈനസ് 3 4 കിലോഗ്രാമേ പിന്നെ ഇതിൻ്റെ നെറ്റ് വെയിറ്റ് ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ പറയാൻ വന്ന കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഈ വെയിറ്റ് 7 കിലോഗ്രാം വെയിറ്റുള്ള ഈ ബോഡി നമ്മൾ ഫ്ലൂയിഡിലേക്ക് ഇമേഴ്സ് ചെയ്തല്ലോ. അപ്പോൾ അതിന് നിൽക്കാനുള്ളൊരു സ്ഥലം വേണ്ടേ? അപ്പോൾ അത് ഈ വാട്ടറിലേക്ക് താഴ്ത്തി വെച്ചപ്പോൾ ഇതിൻ്റെ വെയിറ്റിന് ഇക്വലൻ്റ് ആയിട്ടുള്ളൊരു എമൗണ്ട് ഓഫ് വാട്ടർ ഇതിൽ നിന്ന് സ്പില്ല് ചെയ്തു. ഈ നമ്മുടെ റെക്റ്റാങ്കുലർ ടാങ്ക് ഓൾറെഡി ഫുള്ളാണ്. അതിലൊരു ചെറിയ കല്ലിട്ടാൽ പോലും ആ റൈറ്റ് സൈഡിലുള്ള നോസിലൂടെ പുറത്തേക്ക് വരും. അപ്പോൾ നമ്മളെ വെയിറ്റ് ഈ വാട്ടറിലേക്ക് ഇറക്കി വെച്ചപ്പോൾ ഈ വെയിറ്റിൻ്റെ വോളിയത്തിന് ഈക്വൽ ആയിട്ടുള്ള വാട്ടർ പുറത്തേക്ക് പോയി. അത് നമ്മളൊരു പ്ലേറ്റിൽ കളക്ട് ചെയ്തത് കണ്ടോ? അതായത് നമ്മൾ ഇറക്കി വെച്ച ഫ്ലൂയിഡിൻ്റെ മേലെ അപ്ലൈ ചെയ്യുന്ന ബോയിൻ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇറക്കി വെച്ച ബോഡിയുടെ മേലെ അപ്ലൈഡ് ആവുന്ന ബോയിൻ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ബോഡി ഇറക്കി വെക്കുമ്പോൾ ഡിസ്പ്ലേസ്ഡ് ആവുന്ന ഫ്ലൂയിഡിൻ്റെ എമൗണ്ടിന് ഈക്വൽ ആയിരിക്കും. ഇവിടെ നമ്മൾ ഈ ബോഡി എടുത്ത് ഈ റെക്റ്റാങ്കുലർ ടാങ്കിലേക്ക് ഇറക്കി വെച്ചപ്പോൾ അതിൻ്റെ മേലെ ഉണ്ടായ ബോയൻസി ഫോഴ്സ് എത്രയാണ്? 3 കിലോഗ്രാം ആണ്. അപ്പോൾ ഈ ബോഡി ഇറക്കി വെച്ചപ്പോൾ കുറച്ച് വാട്ടർ സ്പില്ല് ചെയ്തു. ആ വാട്ടർ നമ്മൾ കളക്ട് ചെയ്ത വാട്ടർ എടുത്ത് നമ്മൾ മെഷർ ചെയ്തു. അപ്പോൾ മെഷർ ചെയ്തപ്പോൾ അതും 3 കിലോഗ്രാം ആണ്. ഓക്കെ, അതായത് ഒരു ഫ്ലൂയിഡിൽ നമ്മളൊരു ബോഡി ഇറക്കി വെക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ബോയൻസി ഫോഴ്സ് എന്ന് പറഞ്ഞാൽ, ഈ ബോഡി ഇറക്കി വെക്കുന്നത് കാരണം സം എമൗണ്ട് ഓഫ് ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ് ആവും. ആ ഡിസ്പ്ലേസ്ഡ് ആയ ഫ്ലൂയിഡിൻ്റെ വെയിറ്റിന് ഈക്വൽ ആയിരിക്കും. അതാണ് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ. ഒന്ന് ചിന്തിച്ച് നോക്കാം. ഓക്കെ, ദെൻ ഇതാണ് 2 ഫോഴ്സസ്. ഒരു ബീക്കറുണ്ട്, അതിലേക്ക് നമ്മളൊരു ബോഡി ഇറക്കി വെച്ചു. അപ്പോൾ അതിൻ്റെ മേലേക്ക് വെയിറ്റ് ആക്ട് ചെയ്യും. ആൻഡ് അതിൻ്റെ അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ബോയൻസി ഫോഴ്സും ആക്ട് ചെയ്യും. ഇനി നിങ്ങൾ നോക്കുക, നമ്മളുടെ ബോഡി ഒരു ഫ്ലൂയിഡിലേക്ക് ഇറക്കി വെക്കുമ്പോൾ ഒന്നിക്കെങ്കിൽ അത് ഫ്ലോട്ട് ചെയ്യും, അല്ലെങ്കിൽ അത് സിങ്ക് ചെയ്യും, അല്ലേ? അപ്പോൾ ഇതെങ്ങനെയാണ് ഫ്ലോട്ട് ചെയ്യാണോ സിങ്ക് ചെയ്യാണോ എന്നൊക്കെ നമുക്ക് മനസ്സിലാവാം. നമ്മളിവിടെ നോക്കുക, നമ്മൾ ഈ ഇമേഴ്സ് ചെയ്ത് വെക്കുന്ന ബോഡിക്ക് വെയിറ്റ് ഉണ്ട്. വെയിറ്റ് ഡൗൺവേർഡ് ഡയറക്ഷനിലേക്കാണ്. നമ്മുടെ ഫ്ലൂയിഡ് അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ഉണ്ട്, ബോയൻസി ഫോഴ്സ്, അത് അപ്വേർഡ് ഡയറക്ഷനിലേക്കാണ്, ഇല്ലേ? വെയിറ്റ് ഡൗൺവേർഡ് ഡയറക്ഷനിലേക്ക്, ബോയൻസി ഫോഴ്സ് അപ്വേർഡ് ഡയറക്ഷനിലേക്ക്. ഇപ്പോൾ നമ്മളെ ഫ്ലൂയിഡിൻ്റെ വെയിറ്റ് ഓർക്കണേ, ബോഡിയുടെ വെയിറ്റ് ബോയൻസി ഫോഴ്സിനെക്കാട്ടും കൂടുതലാണെങ്കിൽ നമ്മുടെ ബോഡി എന്ത് ചെയ്യും? സിങ്ക് ചെയ്യും, ഇല്ലേ? ഈ ബോയൻസി ഫോഴ്സും വെയിറ്റും തമ്മിലുള്ളൊരു ഇക്വിലിബ്രിയമാണ് നമ്മളിവിടെ ഉണ്ടാവുക. നമ്മുടെ ഒരു ബോഡി ഒരു ഫ്ലൂയിഡിലേക്ക് ഇമേഴ്സ് ചെയ്ത് വെക്കുമ്പോൾ അവിടെ വെയിറ്റും ബോയൻസി ഫോഴ്സും തമ്മിലൊരു ഇക്വിലിബ്രിയമാണ് ഉണ്ടാവുക. അപ്പോൾ വെയിറ്റാണ് ബോയൻസി ഫോഴ്സിനെക്കാട്ടും കൂടുതലെങ്കിൽ നമ്മളെ ബോഡി സിങ്ക് ചെയ്യും. നേരെ തിരിച്ച് വെയിറ്റിനെക്കാട്ടും കൂടുതലാണ് ബോയൻസി ഫോഴ്സ് എങ്കിൽ അത് ഫ്ലോട്ട് ചെയ്യും, അല്ല? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. വെയിറ്റിനേക്കാൾ കൂടുതലാണ് ബോയൻസി ഫോഴ്സ് എങ്കിൽ അത് ഫ്ലോട്ട് ചെയ്യും. ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കാം നമുക്ക്. ഈ LBS എന്ന് പറഞ്ഞാൽ കിലോഗ്രാം പോലെ ഒരു യൂണിറ്റ് ആണ് കേട്ടോ. പൗണ്ട്സ് എന്നാണ് അതിൻ്റെ മീനിങ്. ഒരു ബ്രിട്ടീഷ് യൂണിറ്റ് ആണ്. അപ്പോൾ ഒരു ബോട്ടാണ്. ആ ബോട്ടിൻ്റെ വെയിറ്റ് 250 കിലോഗ്രാം ആണ്. LBS തന്നെ ഞാൻ പറയാം, 250 LBS ആണ്.
അവിടെ ആ ബോട്ട് നമ്മളൊരു വെള്ളത്തിലേക്ക് ഇറക്കുകയാണ്. വെള്ളത്തിലേക്ക് ഇറക്കുമ്പോൾ ഉണ്ടാകുന്ന ഫോഴ്സ് ഓഫ് ബോയൻസി ഈസ് 300 LBS. അപ്പം ബോട്ടിൻ്റെ വെയിറ്റ് കുറവാണ്, ബോയൻസി ഫോഴ്സ് കൂടുതലാണ് അല്ലേ. അപ്പോൾ എന്താവും, ആ ബോട്ട് അവിടെ ഫ്ലോട്ട് ചെയ്യും. ഇതേപോലെ നോക്കുക, നമ്മളൊരു ബോക്സ് വെള്ളത്തിലേക്ക് ഇടുകയാണ്. ബോക്സിൻ്റെ വെയിറ്റ് 50 LBS ആൻഡ് ബോയൻസി ഫോഴ്സ് കുറവാണ്, 30 LBS ഉള്ളൂ. അപ്പോൾ ബോക്സിൻ്റെ വെയിറ്റ് കൂടുതലാണ് ഫോഴ്സ് ഓഫ് ബോയൻസിനേക്കാട്ടും. അപ്പോൾ അത് സിങ്ക് ചെയ്യും അല്ലേ. അപ്പോൾ ഇതാണ് സിങ്കിങ്ങും ഫ്ലോട്ടിങ്ങും. ഒരു ബോഡി വെള്ളത്തിലിട്ടാൽ സിങ്ക് ചെയ്യോ അല്ലെങ്കിൽ ഫ്ലോട്ട് ചെയ്യോ എന്ന് തീരുമാനിക്കുന്നത് മാഗ്നിറ്റ്യൂഡ് ഓഫ് വെയിറ്റ് ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ബോയൻസി ഫോഴ്സ് ആണ്. വെയിറ്റ് ആണ് കൂടുതലെങ്കിൽ അത് സിങ്ക് ചെയ്യും, ബോയൻസി ഫോഴ്സ് ആണ് കൂടുതലെങ്കിൽ അത് ഫ്ലോട്ട് ചെയ്യും. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ വിട്ടൊരു പോയിൻ്റ് ഉണ്ട്, സെൻറ്റർ ഓഫ് ബോയൻസി. സെൻറ്റർ ഓഫ് ബോയൻസി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്താ ഈ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി? ഒരു ബോഡിയുടെ മാസ് കോൺസെൻട്രേറ്റ് ചെയ്ത് വെക്കുന്ന സ്ഥലമാണ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി അല്ലേ. മാസ് ഓർ വെയിറ്റ് കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള പോയിൻ്റാണ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. അതേപോലെ ഒരു ബോഡിയിൽ റിസൾട്ടൻറ്റ് ബോൺ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന പോയിൻ്റാണ് നമ്മൾ സെൻറ്റർ ഓഫ് ബോയൻസി എന്ന് പറയാം. ഓക്കെ, സെൻറ്റർ ഓഫ് ബോയൻസി എന്ന് പറഞ്ഞാൽ it is the point where the force of buoyancy act. ഒരു റിസൾട്ടൻ്റ് ഓഫ് ബോയൻസി ഫോഴ്സ് ആക്ട് ചെയ്യുന്ന പോയിൻ്റാണ് സെൻറ്റർ ഓഫ് ബോയൻസി. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? ഇത് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഒരു ബോഡി ഈ നമ്മുടെ ഇതിലേക്ക് ഇമേഴ്സ് ചെയ്ത് വെക്കുമല്ലോ. അപ്പോൾ സം എമൗണ്ട് ഓഫ് ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ് ആവും. ആ ഡിസ്പ്ലേസ്ഡ് ആവുന്ന ഫ്ലൂയിഡിൻ്റെ സെൻറ്റർ ഒരു സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ആണ് സെൻറ്റർ ഓഫ് ബോയൻസി. ഇത് ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ല, പ്രോബ്ലം ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് നമ്മൾ സെൻറ്റർ ഓഫ് ബോയൻസി എടുക്കുന്നത്. അത് നമുക്ക് ജസ്റ്റ് വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ ഇവിടെ എടുക്കാം. ഈ ഇത് കണ്ടോ, ഒരു ബോട്ടാണ്. ആ ബോട്ടിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കാണിച്ചിട്ടുണ്ട്, സെൻറ്റർ ഓഫ് ബോയൻസി കാണിച്ചിട്ടുണ്ട് ഇല്ലേ. സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ മാസ് കോൺസെൻട്രേറ്റഡ് ആയി നിൽക്കുന്ന സ്ഥലമാണ്. സെൻറ്റർ ഓഫ് ബോയൻസി എന്ന് പറഞ്ഞാൽ ഈ ഫ്ലൂയിഡ് ബോട്ടിൻ്റെ മേലെ അപ്വേർഡ് ഡയറക്ഷനിലേക്ക് അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിൻ്റെ റിസൾട്ടൻ്റ് ആക്ട് ചെയ്യുന്ന പോയിൻ്റാണ് സെൻറ്റർ ഓഫ് ബോയൻസി. രണ്ട് പോയിൻ്റാണ് ഇല്ലേ. അപ്പോൾ ഈ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി നോക്കിയാൽ നമുക്ക് ഏകദേശം ഈ ബോട്ടിൻ്റെ മാസ് ഒക്കെ കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുന്ന സ്ഥലമാണ്. സെൻറ്റർ ഓഫ് ബോയൻസി എന്ന് പറഞ്ഞാൽ ഈ ബോട്ട് കംപ്ലീറ്റ്ലി സബ്മേർജ്ഡ് അല്ലേ, പാർഷ്യലി സബ്മേർജ്ഡ് ആണ്. അപ്പോൾ ഈ ബോട്ടിൻ്റെ ഒരു പകുതി ഭാഗം വെള്ളത്തിൽ മുങ്ങി നിൽക്കുന്നുണ്ട്. ആ മുങ്ങി നിൽക്കുന്ന ഭാഗം മുങ്ങി നിൽക്കണമെങ്കിൽ അവിടുന്ന് സം എമൗണ്ട് ഓഫ് ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ് ആവണ്ടേ. ആ ഡിസ്പ്ലേസ്ഡ് ആവുന്ന ഫ്ലൂയിഡിനൊരു സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഉണ്ടാവും. ആ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയാണ് സെൻറ്റർ ഓഫ് ബോയൻസി എന്ന് പറയുന്നത്. ഒരു ഫ്ലൂയിഡിലേക്ക് നമ്മൾ ഒരു ബോഡി ഇമേഴ്സ് ചെയ്ത് വെക്കുമ്പോൾ ആ ബോഡി സം എമൗണ്ട് ഓഫ് ഫ്ലൂയിഡിനെ ഡിസ്പ്ലേസ് ചെയ്യിക്കും. ആ ഡിസ്പ്ലേസ് ചെയ്യുന്ന ഫ്ലൂയിഡിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയാണ് സെൻറ്റർ ഓഫ് ബോയൻസി എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യുമ്പോഴേ കറക്റ്റായിട്ട് ഇതെങ്ങനെ എടുക്കുന്നതെന്ന് മനസ്സിലാവുള്ളൂ. ഓക്കെ, ജസ്റ്റ് ആ പ്രിൻസിപ്പിൾ എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. നൗ അടുത്തത് മെറ്റാ സെൻറ്റർ. ഇതൊക്കെ നിങ്ങൾ മുന്നേ പഠിച്ചിട്ടുണ്ടാവും. മെറ്റാ സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഇവിടെ 2 ഫിഗർ ഉണ്ട് ഇല്ലേ. ആദ്യത്തെ ഫിഗറിൽ ഒരു വെസൽ, ഒരു പാത്രമാണ്. നമ്മൾ എന്ത് ചെയ്തു, ഒരു ഫ്ലൂയിഡിലേക്ക് ഇമേഴ്സ് ചെയ്ത് വെച്ചു. ആദ്യം അത് വേർട്ടിക്കലി നിന്നു. ഓക്കെ, അപ്പോൾ ഉള്ള അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കാണിച്ചിട്ടുണ്ട്, സെൻറ്റർ ഓഫ് ബോയൻസി കാണിച്ചിട്ടുണ്ട്. സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഈസ് ഇൻഡിക്കേറ്റഡ് ബൈ ദ ലെറ്റർ ജി ആണ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. ഓക്കെ, ദെൻ സെൻറ്റർ ഓഫ് ബോയൻസി ഈസ് ഇൻഡിക്കേറ്റഡ് ബൈ ദ ലെറ്റർ ബി. അപ്പോൾ ഫസ്റ്റ് ഫിഗറിൽ ജിയും ബിയും ഒക്കെ ഒരേ ലൈനിൽ വരച്ചു. ഇനി നമ്മൾ ഈ ബോഡിയുടെ റൈറ്റ് മോസ്റ്റ് കോർണറിൽ ഞാൻ ഒന്ന് അമർത്താണ്, ജസ്റ്റ് ആ വിരൽ വെച്ച് അവിടെ ഒന്ന് അമർത്താണ്. അപ്പോൾ എന്താവും, ഈ ബോഡി ഒന്ന് ഒരു ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് അവിടെ ഉണ്ടാവും ഇല്ലേ. നമ്മുടെ ബോഡി ആദ്യം വേർട്ടിക്കലി നിന്നപ്പോൾ ജിയും ബിയും ഒക്കെ നമ്മൾ കണ്ടു. ദെൻ ഞാൻ എന്ത് ചെയ്തു, ഈ ബോഡിയുടെ റൈറ്റ് മോസ്റ്റ് ടോപ്പ് കോർണറിൽ ജസ്റ്റ് വിരൽ കൊണ്ടൊന്ന് തൊട്ടപ്പോൾ എന്ത് ചെയ്തു, ഈ ബോഡി ടിൽറ്റഡായി. അപ്പോൾ ടിൽറ്റഡ് ആയാലും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിക്ക് മാറ്റം ഉണ്ടാവില്ല, പക്ഷേ സെൻറ്റർ ഓഫ് ബോയൻസി മാറും. ഓക്കെ, അപ്പോൾ സെൻറ്റർ ഓഫ് ബോയൻസി മാറി പുതിയൊരു സെൻറ്റർ ഓഫ് ബോയൻസി വരും. ആ പുതിയ സെൻറ്റർ ഓഫ് ബോയൻസിലൂടെ ഞാനൊരു വേർട്ടിക്കൽ ലൈൻ വരച്ചു. നമ്മൾ നേരെ നിൽക്കുന്ന വെസലിനൊരു ടിൽറ്റ് കൊടുത്തപ്പോൾ അതിൻ്റെ സെൻറ്റർ ഓഫ് ബോയൻസി ചേഞ്ച് ചെയ്തു. ആ പുതിയ സെൻറ്റർ ഓഫ് ബോയൻസിലൂടെ ഞാനൊരു വേർട്ടിക്കൽ ലൈൻ വരച്ചു.
ആ വെർട്ടിക്കൽ ലൈനും നമ്മൾ ഓൾറെഡി വെസലിൽ നമുക്ക് ആദ്യം ഒരു ബിയും ജിയും കൂടെ കൂട്ടി വരച്ച് നമ്മളൊരു ലൈൻ വരച്ചിട്ടില്ലേ, ആ ലൈനും തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റാണ് മെറ്റാസെൻറ്റർ. ഓക്കെ, അതായത് ഒരു വെസലിന് നമ്മളൊരു ടിൽറ്റ് കൊടുത്തപ്പോൾ അതിൻ്റെ എക്സിസ്റ്റിംഗ് ബി ജി ലൈൻ, സെൻറ്റർ ഓഫ് ബോയൻസിനെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിനെ കണക്ട് ചെയ്ത് വരച്ച ലൈനും ടിൽറ്റ് കൊടുത്തപ്പോൾ അതിൻ്റെ സെൻറ്റർ ഓഫ് ബോയൻസി മാറി ആ പുതിയ സെൻറ്റർ ഓഫ് ബോയൻസിയിൽ നമ്മൾ വരയ്ക്കുന്ന വെർട്ടിക്കൽ ലൈനും തമ്മിലുള്ള ഇൻ്റർസെക്ഷൻ പോയിൻ്റാണ് മെറ്റാസെൻറ്റർ. ഓക്കെ, ആദ്യത്തെ ബി ജി ലൈൻ, പുതിയ സെൻറ്റർ ഓഫ് ബോയൻസിലുള്ള വെർട്ടിക്കൽ ലൈൻ, രണ്ടിൻ്റെ ഇൻ്റർസെക്ഷൻ, ആ പോയിൻ്റാണ് മെറ്റാസെൻറ്റർ. ഈ മെറ്റാസെൻറ്ററിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ ഇത് വെച്ചിട്ട് നമുക്ക് ബോഡി സ്റ്റേബിളാണോ അൺസ്റ്റേബിളാണോ എന്നൊക്കെ പറയാൻ പറ്റും. നമുക്ക് നോക്കാം. നമുക്ക് രണ്ട് തരത്തിൽ ബോഡി സ്റ്റേബിളാണോ അൺസ്റ്റേബിളാണോ എന്ന് പറയാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ചാൽ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയുടെ മേലെയാണോ സെൻറ്റർ ഓഫ് ബോയൻസി, അല്ല സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയുടെ താഴെയാണോ സെൻറ്റർ ഓഫ് ബോയൻസി, അതിൻ്റെ ബേസിൽ നമുക്ക് ഒരു ബോഡിയുടെ സ്റ്റെബിലിറ്റി പറയാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് മെറ്റാ സെൻറ്ററിൻ്റെ പൊസിഷൻ വെച്ചിട്ട് സ്റ്റെബിലിറ്റി പറയാൻ പറ്റും. അത് നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. അപ്പോൾ ഇവിടെ നമ്മൾ ജസ്റ്റ് മെറ്റാസെൻട്രിക് ഹൈറ്റ് എന്താണെന്നും കൂടെ പറയാം. ഇതേ ഫിഗറിൽ രണ്ടാമത്തെ ഫിഗർ നോക്കുക. രണ്ടാമത്തെ ഫിഗറിലുള്ള GM എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ഇല്ലേ, അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, മെറ്റാസെൻട്രിക് ഹൈറ്റ് എന്ന് പറയുന്നത്. ഈ ഫിഗറിൽ ആദ്യം നമുക്ക് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കാണിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ടിൽറ്റ് കൊടുത്തു, സെൻറ്റർ ഓഫ് ബോയൻസി മാറി. അപ്പോൾ പുതിയ സെൻറ്റർ ഓഫ് ബോയൻസിലൂടെ നമ്മളൊരു വെർട്ടിക്കൽ ലൈൻ വരച്ചു. ആ വെർട്ടിക്കൽ ലൈനും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലൂടെയുള്ള വെർട്ടിക്കൽ ലൈനും തമ്മിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ് മെറ്റാസെൻറ്റർ എന്ന് അവർ മാർക്ക് ചെയ്തു. ആ മെറ്റാസെൻറ്ററിൽ നിന്ന് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്കുള്ള ഡിസ്റ്റൻസ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മെറ്റാസെൻട്രിക് ഹൈറ്റ്. ദ ഹൈറ്റ് GM ഈസ് നോൺ ആസ് മെറ്റാസെൻട്രിക് ഹൈറ്റ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ ഈ മെറ്റാസെൻട്രിക് ഹൈറ്റ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നൊക്കെ എല്ലാം ഡിപ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് ബോഡി സ്റ്റേബിൾ ആണോ അൺസ്റ്റേബിൾ ആണോ എന്നൊക്കെ പറയാൻ പറ്റും. അതൊക്കെ പ്രോബ്ലം പാർട്ടാണ്. നമ്മൾ ജസ്റ്റ് മെറ്റാസെൻട്രിക് ഹൈറ്റ് എന്താണെന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, ദെൻ ആ ഇക്വിലിബ്രിയം എങ്ങനെയാണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. ഇക്വിലിബ്രിയം ഓഫ് സബ്മേർജ്ഡ് ബോഡീസ് എങ്ങനെയാണ് പറയുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് ഒരു സബ്മേർജ്ഡ് ബോഡി ഇക്വിലിബ്രിയത്തിലാണോ അല്ലയോ എന്നുള്ളതാണ്. അപ്പോൾ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ ഒരു ബോഡിയുടെ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ ഇവിടെ 3 ടൈപ്പ് ഓഫ് ഇക്വിലിബ്രിയം ഉണ്ട്. സ്റ്റേബിൾ ഇക്വിലിബ്രിയം, അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം ആൻഡ് ന്യൂട്രൽ ഇക്വിലിബ്രിയം. അപ്പോൾ ഞാനൊരു ഫിഗർ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇവിടെ നിങ്ങൾ നോക്കുക. ഇവിടെ ഈ ഒരു ഫിഗറിൽ നമ്മുടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി താഴെയാണ്, സെൻറ്റർ ഓഫ് ബോയൻസി മേലെയാണ്. റിലേറ്റീവ് ടു സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി സെൻറ്റർ ഓഫ് ബോയൻസിയുടെ പൊസിഷൻ മുകളിലാണ് ഇല്ലേ. സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിൻ്റെ മുകളിലാണ് സെൻറ്റർ ഓഫ് ബോയൻസി വരുന്നത്. നമ്മൾ ഇവിടെ 3 ഫിഗർ ഉണ്ട്. അതിലത്തെ ഫസ്റ്റ് ഫിഗർ നോക്കുക. അവിടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയുടെ മേലെയാണ് സെൻറ്റർ ഓഫ് ബോയൻസി വരുന്നത്. ഞാൻ ഈ വെസലിന് ഞാൻ ക്ലോക്ക് വൈസ് ആയിട്ടൊരു റൊട്ടേഷൻ കൊടുത്തു. ക്ലോക്ക് വൈസ് ആയിട്ട് റൊട്ടേഷൻ കൊടുത്താൽ ഈ B എന്ന ഫിഗറിലുള്ള പോലെ ആയിരിക്കും ഈ വെസലിൻ്റെ പൊസിഷൻ ഇല്ലേ. ക്ലോക്ക് വൈസ് ആയിട്ട് ഞാൻ ഈ വെസലിന് ഒരു റൊട്ടേഷൻ കൊടുത്താൽ B എന്ന് പറയുന്ന ഫിഗറിലുള്ളത് പോലെ ആയിരിക്കും ഇതിൻ്റെ പൊസിഷൻ. അപ്പോൾ ഇവിടെ ജിയുടെയും ബിയുടെയും ഡയറക്ഷൻ ശ്രദ്ധിക്കാം. അപ്പോൾ ഞാൻ ക്ലോക്ക് വൈസ് ഒരു റൊട്ടേഷൻ കൊടുത്തു. അപ്പോൾ ജിയുടെയും ബിയുടെ ഡയറക്ഷൻ നോക്കൂ. ഈ ജിയും ബിയും കൂടെ ഇവിടെ റെഡിൽ മാർക്ക് ചെയ്ത ഡയറക്ഷനിലേക്ക് ഒരു കപ്പിൾ ഫോം ചെയ്യും ഇല്ലേ. കപ്പിളൊക്കെ നിങ്ങൾ മെക്കാനിക്സിൽ പഠിച്ചിട്ടുണ്ടാകുമെന്ന് ഓർക്കുന്നു. ഈ ജിയും ബിയും കൂടെ ഒരു കപ്പിൾ ഫോം ചെയ്യും. ആ കപ്പിളിൻ്റെ ഡയറക്ഷൻ എന്തായിരിക്കും, ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരിക്കും. അതായത് ഞാനൊരു ക്ലോക്ക് വൈസ് റൊട്ടേഷൻ കൊടുത്തെങ്കിലും ആ കൊടുത്ത സമയത്ത് ജിയും ബിയും കൂടെ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്കൊരു റൊട്ടേഷൻ കൊടുത്തതുകൊണ്ട് വീണ്ടും നമ്മുടെ വെസൽ അതിൻ്റെ ഒറിജിനൽ പൊസിഷനിലേക്ക് തിരിച്ചു വരും. ഇതിനാണ് നമ്മൾ സ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനാണ് നമ്മൾ സ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. അപ്പോൾ ഫോർ സ്റ്റേബിൾ ഇക്വിലിബ്രിയം ദ പോയിന്റ് ഓഫ് ബോയൻസി ഓർ സെൻറ്റർ ഓഫ് ബോയൻസി ഷുഡ് ബി ഹയർ ദാൻ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. ഓക്കെ, കൺസെപ്റ്റ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഒരു വേർട്ടിക്കലി നിൽക്കുന്ന ഒരു വെസലായിരുന്നു. അത് ഞാനൊരു ക്ലോക്ക് വൈസ് റൊട്ടേഷൻ കൊടുത്തു. ക്ലോക്ക് വൈസ് റൊട്ടേഷൻ കൊടുത്തപ്പോൾ ഈ 2 ഫോഴ്സിൻ്റെയും ഡയറക്ഷൻ നോക്കുക. അതൊരു കപ്പിൾ ഫോം ചെയ്യാണ്. ആ കപ്പിളിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്, ആൻറ്റി ക്ലോക്ക് വൈസ്. അപ്പോൾ ക്ലോക്ക് വൈസ് ഞാൻ കൊടുത്ത ടിൽറ്റ് ഈ ആൻറ്റി ക്ലോക്ക് വൈസ് കപ്പിൾ കാരണം റിവേഴ്സ്ഡായി. അപ്പോൾ ഈ നമ്മുടെ വെസൽ വീണ്ടും വെർട്ടിക്കൽ പൊസിഷനിലേക്ക് തന്നെ തിരിച്ചു വരും.
അപ്പോൾ അവിടെ ഒരു മാറ്റവും ഇല്ല. ഇറ്റ് ഈസ് നോൺ ആസ് സ്റ്റേബിൾ ഇക്വിലിബ്രിയം. ഇനി നേരെ തിരിച്ചാണെന്ന് വിചാരിക്കാം. നേരെ തിരിച്ചതാ, ഈ ഒരു ഫിഗർ നോക്കുക. ഈ ഒരു ഫിഗറിലെ സെക്കൻഡ് ഫിഗർ ബി എന്ന് പറയുന്ന ഫിഗർ നോക്കുക. ആ വെസലിന് ഞാനൊരു ടിൽറ്റ് കൊടുത്തു ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ. പക്ഷേ ആ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ നിങ്ങൾ വരക്കണം കേട്ടോ, ഇത് വരച്ചിട്ട് എനിക്ക് അയച്ചു തരണം. ഈ ബി എന്ന് പറയുന്ന ഫിഗറിലുള്ള വെസലിന് ഒരു ക്ലോക്ക് വൈസ് റൊട്ടേഷൻ കൊടുത്താൽ ഈ ബിയും ജിയും കൂടെ ഫോം ചെയ്യുന്ന കപ്പിളും ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്കായിരിക്കും. അപ്പം എന്താവും, ഈ വെസലിന് തിരിച്ചു വരാൻ പറ്റില്ല, തിരിച്ചതിൻ്റെ ഒറിജിനൽ പൊസിഷനിലേക്ക് വരാൻ പറ്റില്ല. അങ്ങനെയുള്ള ഇക്വിലിബ്രിയമാണ് അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം ഫോം ചെയ്യണമെങ്കിൽ ജി ഷുഡ് ബി എബോവ് ബി ഓർ സെൻറ്റർ ഓഫ് ബോയൻസി ഷുഡ് ബി ബിലോ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. സെൻറ്റർ ഓഫ് ബോയൻസി ഷുഡ് ബി ബിലോ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. ഓക്കെ, അപ്പോൾ വരച്ചിട്ട് എനിക്ക് അയക്കണം. ആൻഡ് ന്യൂട്രൽ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ സെൻറ്റർ ഓഫ് ബോയൻസിയും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി സെയിം ആണ്. നമ്മൾ ടിൽറ്റ് കൊടുത്താൽ അവിടെ നിൽക്കും, ടിൽറ്റഡ് ആയിട്ടുള്ള പൊസിഷനിൽ നിൽക്കും. അത് തിരിച്ച് വരികയില്ല, വീണ്ടും ടിൽറ്റഡ് ആവുകയില്ല. ഓക്കെ, മൂന്ന് കണ്ടീഷൻസ് ഓർക്കുക. സബ്മർജ്ഡ് ബോഡിയുടെ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു പൊസിഷൻ ഓഫ് സെൻറ്റർ ഓഫ് ബോയൻസി ആൻഡ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി, റിലേറ്റീവ് പൊസിഷൻ ഓഫ് സെൻറ്റർ ഓഫ് ബോയൻസി ആൻഡ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. അപ്പോൾ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയുടെ മേലെയാണ് സെൻറ്റർ ഓഫ് ബോയൻസി എങ്കിൽ നമ്മളൊരു ക്ലോക്ക് വൈസ് ടിൽറ്റ് കൊടുത്താലോ ഈ കപ്പിള് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്കൊരു ഈ കപ്പിൾ എന്താണ് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്കാണ് വരിക. സോ നമ്മളെ വെസൽ ഒറിജിനൽ പൊസിഷനിലേക്ക് വരും. അത് സ്റ്റേബിൾ ഇക്വിലിബ്രിയം. ഇനി സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയുടെ താഴെയാണ് സെൻറ്റർ ഓഫ് ബോയൻസി എങ്കിൽ നമ്മൾ ടിൽറ്റ് കൊടുക്കുന്നു. ടിൽറ്റ് കൊടുക്കുമ്പോൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്ക് നമ്മൾ ടിൽറ്റ് കൊടുക്കുന്നു. പക്ഷെ അവിടെ ഫോംഡ് ആവുന്ന കപ്പിളും ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്കാണ്. അപ്പോൾ അത് ടിൽറ്റഡ് ആയ പൊസിഷനിൽ നിന്ന് വീണ്ടും ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്ക് ടിൽറ്റഡ് ആവുകയാണ്. അതിന് ഒറിജിനൽ പൊസിഷനിലേക്ക് തിരിച്ചു വരാൻ കഴിയില്ല. അതാണ് അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം. ആൻഡ് ഇത് രണ്ടും ഒരേ പോയിൻ്റാണ്. ജിയും ബിയും സെയിം പോയിന്റിലാണെങ്കിൽ നമ്മളൊരു ടിൽറ്റ് കൊടുത്ത് അത് ടിൽറ്റഡ് ആയിട്ട് അവിടെ നിൽക്കും, തിരിച്ചതിൻ്റെ പൊസിഷനിലേക്ക് വരികയില്ല, വീണ്ടും ടിൽറ്റഡ് ആവുകയില്ല. അങ്ങനെയുള്ള ഇക്വിലിബ്രിയമാണ് ന്യൂട്രൽ ഇക്വിലിബ്രിയം. ഇനി ഇതേ കാര്യം നമ്മൾ എങ്ങനെ മെറ്റാ സെൻറ്റർ വെച്ചിട്ട് പറയും, അതാണ് നമുക്ക് നോക്കേണ്ടത്. മെറ്റാ സെൻറ്റർ നമുക്കൊരു ഫിഗർ ഉണ്ട്, ഇവിടെ നോക്കാം. മെറ്റാ സെൻറ്ററിൽ സ്റ്റേബിൾ ഇക്വിലിബ്രിയം നോക്കാം. സ്റ്റേബിൾ ഇക്വിലിബ്രിയം ആവണമെങ്കിൽ എം എബോവ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ആയിരിക്കണം. എം എബോവ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ആണെങ്കിൽ നിങ്ങൾ നോക്കുക, നമ്മൾ ഒറിജിനൽ പൊസിഷൻ നോക്കുക. എ എന്ന് പറയുന്ന ഫിഗറിൽ ഒറിജിനൽ പൊസിഷൻ നോക്കുക. ദെൻ അത് ടിൽറ്റ് ചെയ്തു, നമ്മളൊരു ക്ലോക്ക് വൈസ് റൊട്ടേഷൻ കൊടുത്തു. പക്ഷേ ക്ലോക്ക് വൈസ് റൊട്ടേഷൻ കൊടുത്തപ്പോൾ ഈ ജിയും ബിയും, അതായത് ജിയും ബിയും തമ്മിലുണ്ടാക്കുന്ന കപ്പിൾ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. അപ്പോൾ അത് നമ്മൾ ഒരു ടിൽറ്റ് കൊടുത്തെങ്കിലും അതിന് ഒറിജിനൽ പൊസിഷനിലേക്ക് തിരിച്ചു വരാൻ ഈ കപ്പിൾ ഹെൽപ്പ് ചെയ്തു. അതാണ് സ്റ്റേബിൾ ഇക്വിലിബ്രിയം. ഓക്കെ, ഇനി അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം നോക്കൂ. അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം ആണെങ്കിൽ മെറ്റാ സെൻറ്റർ എന്താണ്, ബിലോ ജി ആണ്. അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിന് ദ മെറ്റാ സെൻറ്റർ ഷുഡ് ബി ബിലോ ജി. അങ്ങനെയാണെങ്കിൽ ദ തേർഡ് ഫിഗർ, അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിൻ്റെ ഫിഗർ തേർഡ് ഫിഗറാണ്. നമ്മളൊരു ക്ലോക്ക് വൈസ് റൊട്ടേഷൻ കൊടുത്തു. പക്ഷേ ബിയിലുള്ള ഫോഴ്സും ജിയിലുള്ള ഫോഴ്സും, അത് വെയ്റ്റും ബോയൻസി ഫോഴ്സും തമ്മിൽ ഉണ്ടാക്കുന്ന കപ്പിളും ഏത് ഡയറക്ഷനിലേക്കാണ്, സെയിം ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്കാണ് അല്ലേ. അപ്പോൾ നമ്മളൊരു ക്ലോക്ക് വൈസ് ഡയറക്ഷൻ കൊടുത്തു, അപ്പോൾ അവിടെ ഫോം ചെയ്ത കപ്പിളും സെയിം ഡയറക്ഷനിലേക്കാണ്. അപ്പോൾ നമ്മൾ ക്ലോക്ക് വൈസിൽ കൊടുത്ത ടിൽറ്റ് കൂടാതെ വീണ്ടും അത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്ക് തന്നെ ടിൽറ്റ് ചെയ്യും. അതാണ് അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം. അതിൻ്റെ ഒറിജിനൽ പൊസിഷനിലേക്ക് വരാൻ സാധിക്കില്ല. ഓക്കെ, ഇനി സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയും സെൻറ്റർ ഓഫ് ബോയൻസിയും മെറ്റാ സെൻറ്ററും ഒക്കെ സെയിം ആയിട്ടുള്ള കണ്ടീഷനാണ് നമ്മൾ ന്യൂട്രൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് സ്റ്റെബിലിറ്റി ഓഫ് ഫ്ലോട്ടിംഗ് ബോഡി പറയുന്നത്. ഇനി ബാക്കി ഡിറ്റർമിനേഷൻ ഓഫ് മെറ്റാസെൻട്രിക് ഹൈറ്റ് ഒക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് നോക്കാം. കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ 2 കേസസാണ് ഇക്വിലിബ്രിയം ഓഫ് ബോഡീസ് ഡിസ്കസ് ചെയ്യുന്നത്, സബ്മേർജ്ഡ് ബോഡീസും ഫ്ലോട്ടിംഗ് ബോഡീസും. സബ്മേർജ്ഡ് ബോഡീസിൻ്റെ ഇക്വിലിബ്രിയം നമ്മൾ പറയുക പൊസിഷൻ ഓഫ് ജിയും പൊസിഷൻ ഓഫ് ബിയും വെച്ചിട്ടാണ്. ഫ്ലോട്ടിംഗ് ബോഡിയുടെ ഇക്വിലിബ്രിയം നമ്മൾ പറയുക പൊസിഷൻ ഓഫ് എം വെച്ചിട്ടാണ് വിത്ത് റെസ്പെക്ട് ടു ജി. ഓക്കെ, പൊസിഷൻ ഓഫ് മെറ്റാ സെൻറ്റർ വിത്ത് റെസ്പെക്ട് ടു ജി. അപ്പോൾ 3 ഇക്വിലിബ്രിയം കണ്ടീഷൻസാണ് ഉണ്ടാവുക. സ്റ്റേബിൾ ഇക്വിലിബ്രിയം, അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം, ന്യൂട്രൽ ഇക്വിലിബ്രിയം. സ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ക്ലോക്ക് വൈസ് ടിൽറ്റ് കൊടുത്താലും അതിൻ്റെ ഒറിജിനൽ പൊസിഷനിലേക്ക് തിരിച്ചു വരാൻ കഴിയുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് സ്റ്റേബിൾ ഇക്വിലിബ്രിയം. അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ
നമ്മളൊരു ക്ലോക്ക് വൈസ് ടിൽറ്റ് കൊടുത്തിട്ട് അതിന് തിരിച്ചതിൻ്റെ ഒറിജിനൽ പൊസിഷനിലേക്ക് വരാൻ കഴിയുന്നില്ലെങ്കിൽ ഇറ്റ് ഈസ് അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം. വീണ്ടും അത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്ക് തന്നെയായിരിക്കും അപ്പോൾ ടിൽറ്റ് ചെയ്യാം. ന്യൂട്രൽ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ നമ്മൾ ടിൽറ്റ് കൊടുത്ത് അത് പിന്നെ വീണ്ടും അതിൻ്റെ ഒറിജിനൽ പൊസിഷനിലേക്കും വരുന്നില്ല, വീണ്ടും ടിൽറ്റഡ് ആവുന്നില്ല. അങ്ങനെയുള്ള കണ്ടീഷനാണ് ന്യൂട്രൽ ഇക്വിലിബ്രിയം. ഓക്കെ, അത് രണ്ട് കേസിലും സബ്മേർജ്ഡ് ബോഡീസിൻ്റെ കേസിലും ഫ്ലോട്ടിംഗ് ബോഡീസിൻ്റെ കേസിലും സെയിം ആണ്. പക്ഷേ നിങ്ങൾ എക്സാമിനൊക്കെ എഴുതുമ്പോൾ സബ്മേർജ്ഡ് ബോഡീസിൻ്റെ കാര്യം ബിയും ജിയും വെച്ചിട്ട് പറയണം, ഫ്ലോട്ടിംഗ് ബോഡീസിൻ്റെ കാര്യം എമ്മിൻ്റെ പൊസിഷൻ വെച്ചിട്ട് പറയണം. ഓക്കെ, ദെൻ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം എങ്ങനെയാണ് 3 കണ്ടീഷനും സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിൻ്റെ കണ്ടീഷനും അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിൻ്റെ കണ്ടീഷനും ന്യൂട്രൽ ഇക്വിലിബ്രിയത്തിൻ്റെ കണ്ടീഷനും എനിക്ക് വരച്ചിട്ട് സബ്മിറ്റ് ചെയ്യണം. ഓക്കെ.